പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ എഫെസ്യോസ്കാർക്ക് എഴുതിയ ലേഖനം 5:25 പറയുന്ന പോലെ കാലം മോശമാണ്. ഇവിടെ എനിക്ക് ചെറിയൊരു ഉപദേശം ഒരു ജ്യേഷ്ഠ സഹോദരൻ അല്ലെങ്കിൽ ഒരു അപ്പൻ എന്ന നിലയിൽ അതായത് യേശുക്രിസ്തുവിൽ നല്ലവരായി ജീവിക്കാനായിട്ട് തീരുമാനിച്ചവർക്ക് വേണ്ടി തരികയാണ്. എല്ലാവർക്കും വേണ്ടി ആയിരിക്കില്ല. അതായത് സമർപ്പിതർ എന്ന് ഞാൻ പറയും. അതായത് യേശുവിന്റെ സ്വന്തമായി തീർന്നവർ. സമർപ്പിതരായ വൈദികരായിരിക്കാം, കന്യാസികളായിരിക്കാം, വചനപ്രഘോഷകരായിരിക്കാം, യേശുവിന്റെ നാമത്തിൽ സാമൂഹ്യ പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കാം, നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കാം, ആരുമായിരിക്കട്ടെ, അങ്ങനെയുള്ളവർക്ക് ഞാൻ ഉപദേശം തരികയാണ്. വളരെ വിലപ്പെട്ട ഉപദേശം തന്നെ തരികയാണ്. നിങ്ങൾ ഇന്ന് സുരക്ഷിതർ അല്ല ഈ ലോകത്തിൽ. ഇവിടെ കണ്ടല്ലോ അമേരിക്കയിൽ ഒരു നല്ല മനുഷ്യനെ വെടിവെച്ചു കൊന്നത്. അതുപോലെ എത്ര അടുത്താണ് നല്ല ആളുകളെ വെടിവെച്ചു കൊല്ലുന്നത്, തല്ലിക്കൊല്ലുന്നത്, അപായപ്പെടുത്തുന്നത്. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കാണുന്നതിലും കൂടുതലാണത്. അങ്ങനത്തെ ഒന്നും ഈ വീഡിയോകളിൽ വരില്ല. വീഡിയോ ഒക്കെ അത് കണ്ണഞ്ചിപ്പിക്കുന്ന കാര്യങ്ങളും ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്നാൽ ചില സത്യങ്ങൾ പറയാറില്ല. ഇവിടെ 1 പത്രോസ് 5:8-9 വചനം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ ഈ സഹന ജീവിതം നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരിൽ നിന്നും ഈ സഹനം കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് വളരെ വ്യക്തമായിട്ട് പറയാണ്. പിശാച് ചുറ്റി നടപ്പുണ്ട്, അലറിക്കൊണ്ട്. ഇവിടെയാണ് എനിക്ക് ചെറിയ കൊച്ചു ഉപദേശം ഞാൻ തരികയാണ്. അതിലൊന്ന്, നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. സംശയമൊക്കെ വന്നേക്കും. ചിലപ്പോൾ ഓർക്കും രോഗവും വിഷമവും പട്ടിണിയും ഒരു ജോലി നഷ്ടപ്പെട്ട അവസ്ഥയൊക്കെ വരുമ്പം കർത്താവ് കൈവിട്ടോ എന്ന്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ അവിടുന്ന് ഒരിക്കലും പരിത്യജിക്കുകയില്ല. റോമ 11:2 വചനം. ബോധ്യമുണ്ടായിരിക്കണം. നീ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ സ്വന്തവും വിശുദ്ധ ജനവും കർത്താവിനെ പ്രഘോഷിക്കുന്നവനും ഒരു വിശുദ്ധ പുരോഹിതനും ആണ്. അത് ക്രിസ്ത്യാനിയുടെ നിർവചനമാണിത്. നമ്മൾ വായിക്കുന്നുണ്ട് 1 പത്രോസ് 2:9. അപ്പോൾ നീ കർത്താവിന്റെ ആണ് എന്ന ബോധ്യം. അവിടുന്ന് പറയുന്ന ആ വാക്കും നിങ്ങൾ മറക്കരുത്. റോമ 8:28 നിങ്ങൾക്കെല്ലാം അറിയാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവൻ എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. രോഗമുണ്ടായാൽ ആ രോഗത്തിൽ നിന്നും നന്മ ഉണ്ടാക്കും. മരണമുണ്ടായാൽ ആ മരണത്തിൽ നിന്നും ജീവൻ ഉണ്ടാക്കും. തിന്മയെ നന്മയാക്കാൻ കഴിയുന്നവരാണ് നിന്റെ കൂടെയുള്ളവരെന്ന് ഓർക്കണമേ. ഇനി അതാ ബോധ്യം ഉണ്ടായിരിക്കും. എന്റെ കൂടെ എന്റെ യേശു ഉണ്ട്. അവന്റെ പേര് എമ്മാനുവലാണ്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. അത് എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരൊക്കെ എന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റോമ 8:31 യേശു എന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ വരും? അപ്പൊ അത് ബോധ്യപ്പെടുത്തണം. യേശു എന്റെ പക്ഷത്താണ്. അത് ആ വിശ്വാസത്തിലൂടെയാണ്. എന്റെ യേശു ക്രിസ്തു എന്റെ കൂടെയുണ്ട്. അവന്റെ പേര് എമ്മാനുവലാണ്. അവൻ എന്റെ പ്രാർത്ഥനയിലൂടെ ആത്മാവിൽ എന്നിൽ വസിക്കുന്നു. എന്റെ ദിവികാന്റെ സ്വീകരണത്തിലൂടെ അവന് ഞാൻ ഒന്നാണ്. ഇങ്ങനത്തുള്ള ഒത്തിരി ബോധ്യങ്ങൾ നിന്റെ ഉള്ളിൽ ഉണ്ടാവണം. ഒരിക്കലും സംശയിക്കരുത് അതിനെ. 2, വെടിപ്പുള്ള ഒരു മനസ്സാക്ഷിയുടെ ജീവിതം. അതായത് പാപം എന്ന് പറയുന്നത് പിശാചിനെ കടന്നു വരാനുള്ള ഒരു പാലമാണെന്ന് ഓർക്കണം, ഒരു വാതിലാണെന്ന് ഓർക്കണം. പാപം അത് വന്ന് മുട്ടിവിളിക്കും എന്നാണല്ലോ കായനോട് കർത്താവ് പറഞ്ഞത്. 4:7 ഉൽപ്പത്തി പുസ്തകം. പാപം വന്ന് മുട്ടി വിളിക്കുന്നുണ്ട്. പതിയിരിപ്പുണ്ടവൻ.
അപ്പോൾ പാപത്തിന് ചാൻസ് കൊടുക്കരുത്. പാപം വരുമ്പോൾ എന്തു പറ്റും? നമ്മൾ പിശാചിനുള്ളവരായിത്തീരും. അവന് സന്തോഷമാവും. അതാകരുത്. ഇവിടെയാണ് അനുതാപം, പാപത്തെ പരിത്യജിക്കൽ. മാത്രമല്ല, കത്തോലിക്കയെ സംബന്ധിച്ചോളാണെങ്കിൽ നല്ലൊരു കുമ്പസാരം നല്ലതാണ്. അതായത് പാപം ചെയ്യുന്നവൻ പിശാചിനുള്ളവനാണ്. അത് ബോധ്യമുണ്ടാവണം. അതുകൊണ്ട് ആ പാപത്തല്ല എന്ന ബോധ്യം ഓരോ നിമിഷം ഉണ്ടായിരിക്കണം. കർത്താവ് നോക്കുമ്പോൾ ഒരു നിമിഷം പോലും നിന്നെ പാപത്തിൽ കാണാൻ ഇടവരുത്തരുത്. ഒരു പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല, നേരം കിട്ടിയില്ല, അനുഭവിക്കൂ. ഇത് ആ പാപത്തെ ചേർത്തുപേക്ഷിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് വിശുദ്ധിയിലായിരിക്കൂ. യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നതാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. റോമ 6:3. അപ്പോൾ യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുക. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് കത്തോലിക്കരായവരോട്, പ്രത്യേകിച്ച് അത് യാക്കോബക്കാരൊക്കെ വിശുദ്ധ കുർബാനയുള്ളവരോട് പറയുകയാണ്. അതായത് വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന യേശു സന്നിഹിതനാണെന്ന് ബോധ്യമുള്ള ഈ യാത്രയ്ക്കൊക്കെ പോകുമ്പം പള്ളിയിലൊക്കെ കൊണ്ട് കയറി ഒരു വിശീത്ത നടത്തുന്നത് നല്ലതാണ്. ആ യേശുവിനെ ഒന്ന് ഓർക്കാൻ. ഇനി നിന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പറ്റുമെങ്കിൽ എന്നും പോകൂ. എന്നിട്ട് ആ ശരീരവും രക്തവും ഭക്ഷിച്ച് പാനം ചെയ്യുക. ഒരുപക്ഷെ രക്തം കിട്ടിയില്ല, ശരീരം മാത്രമല്ല, ആ ശരീരത്തിൽ രക്തമുണ്ട് കേട്ടോ. അവിടെയാണ് നിന്റെ വിശ്വാസം. അതായത് ഇനി അഥവാ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല, വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളാൻ പറ്റുന്നില്ല, ഒരു ആത്മീയ ദിവ്യഗാന സ്വീകരണ പ്രാർത്ഥന ചൊല്ലുക ഉള്ളുകൊണ്ട് ആത്മാർത്ഥമായിട്ടും. എന്നിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും കർത്താവിന്റെ നീതിക്കായിട്ട് സമർപ്പിക്കണം. നമ്മൾ വായിക്കുന്നുണ്ട് റോമാക്കാർക്ക് ലേഖനത്തിന്റെ 6-ാം അധ്യായം 19. ഒരിക്കൽ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിനായി നീതിയുടെ അടിമകളായി സമർപ്പിക്കുവിൻ. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അതെന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞോട്ടെ. ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ ചെയ്യുന്നത്, രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് ഞാൻ പ്രാർത്ഥിക്കുക. അതാണ് എന്റെ വ്യക്തിപരമായ പ്രാർത്ഥന. എത്ര ജെറ്റ് ലാഗ് ഒരു രാജ്യത്ത് വേറെ രാജ്യത്ത് പോയാലും, എത്ര വേദനയായാലും, എത്ര ക്ഷീണമായെന്ന് പറഞ്ഞാലും ശരി, 4 മണിക്ക് എന്റെ കർത്താവിനെ എളിമിക്കും. ആ എഴുന്നേറ്റ് 1 മണിക്കൂർ, ചിലപ്പോൾ 1.5, ചിലപ്പോൾ 2 മണിക്കൂർ നമ്മൾ പ്രാർത്ഥിച്ചു പോയി. ചിലപ്പം അതിനോടുകൂടി ശുദ്ധികർമാക്കൾ എന്റെ ഇടയ്ക്ക് വന്നു വരാം. എന്റെ കാൽമാലാഹ എന്നെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് കൊണ്ടുപോയിന്നും വരാം. ഓക്കെ, ഞാൻ പറഞ്ഞത് ആ സമയത്ത് ഞാൻ ചെയ്യുന്നത് എന്താണ്? ഒരു കാര്യം അത് പറയാനായിട്ടാണ്. ഞാൻ എന്ത് ചെയ്യും? ആത്മന ക്രൂശിതനായ ഈശോയെ ധ്യാനിക്കും. ഇവിടെയാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കൂടെ ഒരു ക്രൂശിത രൂപം എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു വെഞ്ചരിച്ച ക്രൂശിത രൂപം. പറ്റുമെങ്കിൽ ബെനഡിക്ടോസ് പുണ്യാന്റെ ആണെങ്കിൽ നല്ലതാണ്, പിശാചിനെ ഓടിക്കാനായിട്ട്. ഇല്ലെങ്കിൽ വെറും ഒരു കുരിശുരൂപം, വെറും കുരിശായിരിക്കരുത്. പിന്നെ ഇച്ചിരി ആനാമ്പള്ളോ അല്ലെങ്കിൽ വെഞ്ചരിച്ച എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നിങ്ങളുടെ ബാഗിലോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നല്ലതായിരിക്കും, കൂടെ കൊണ്ടു നടക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഒരു ബസ് ചെയ്ത ഒരു കുരിശുരൂപം നല്ലതാണ്. എന്നിട്ട് ആ യേശുവിനെ ആത്മന ധ്യാനിക്കും. എന്തിനാണ് കുരിശുരൂപം? വിഗ്രഹാരാധനയല്ല, കുരിശിൽ സംഭവിച്ച് ഓർക്കാനായിട്ട്. ഓരോ ബലി അർപ്പിക്കുമ്പോഴും ദിവ്യബലിയിൽ നമ്മൾ അനുസ്മരിക്കുന്നത് എന്താണ്? കാൽവരി യാഗം. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ഈ അനുസ്മരണയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ കണ്ണുകൾ ശാന്തമായി അടയ്ക്കും ഞാൻ. എന്നിട്ട് ആ ഹൃദയം കാണും. എനിക്കായി കുത്തി തുറക്കപ്പെട്ട ആ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ചോര. ഞാൻ വിശ്വാസത്തോടെ എന്റെ 2 കൈകളും ആ ചോരയ്ക്കകത്ത് മുക്കും. എന്നിട്ട് എന്റെ ഓരോ ശരീരഭാഗങ്ങളും കുരിശു വരയ്ക്കും. തലയിൽ വരയ്ക്കും, നെറ്റിയെ വരയ്ക്കും, ചെവിയില്, കണ്ണുകളില്, നാക്കില്, ചെറിയല്, മൂക്കില്, കൈകള്, കാലുകള്, നെഞ്ച്, അതുപോലെ എന്റെ ആന്തരിക അവയവങ്ങൾ, കൈകൾ ഞാൻ കുരിശാകൃതിയില് നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഹാർട്ട്, ഹൃദയം, ശ്വാസകോശം, അല്ലെങ്കിൽ എന്റെ വയറ്, ചെറുകുടല്, വൻകുടല്, കരള്, അല്ലെങ്കിൽ ഓരോന്നും, ലൈംഗിക അവയവങ്ങൾ എല്ലാം ഞാൻ രക്തത്താൽ ശുദ്ധീകരിക്കും. നമുക്കറിയാം, ആ ഇസ്രായേൽക്കാര് രക്തം കൊണ്ട് അവരുടെ വീടുകളുടെ കട്ടിടപ്പടികളിൽ വരച്ചപ്പോൾ പിശാച് വന്നില്ല, വരാൻ പറ്റില്ല. അപ്പോൾ തിന്മയുടെ അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കേണ്ട പിശാച് നശിപ്പിക്കാനാണ് വരുന്നത്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 10:10. അവൻ കൊല്ലാനും നശിപ്പിക്കാനും വരും. എത്ര പേരെ നല്ലവരെ കൊല്ലുന്നത്. അപ്പൊ നമുക്കൊരു സംരക്ഷണമാണ്. അത് ഞാൻ പറഞ്ഞത്. ജീവിക്കുന്ന ദേവാലയമാകുന്ന നിന്റെ ഓരോ കവാടങ്ങളെയും ഞാൻ പറയുന്നു, കുരിശു വരയ്ക്കുക, രക്തം കൊണ്ട് കുരിശു വരയ്ക്കൂ. വലിയ അനുഭവമാണ് എനിക്കതുവഴി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. അതുപോലെ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ചെയ്യുക. കാരണം ഈ ലോകത്തൂടെ എല്ലാം പോയി കഴിഞ്ഞ്
തിന്മയുടെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ രക്തത്തിലൂടെ കഴുകി ശുദ്ധീകരിക്കപ്പെടും. ഇനിയും കൂടെ കൂടെ ഒരു കാര്യം ചെയ്യാം, യേശു നാമം വിളിക്കുക. യാത്ര ചെയ്തോ എവിടെ പോയാലും അതിന് പകരം ഏറ്റവും നല്ല പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. ആത്മാവെ വരണമേ, ആത്മാവെ വരണമേ. കാരണം ആത്മാവ് ഒറ്റയ്ക്ക് വരികയില്ല, വരുമ്പോൾ ഈശോയും കൊണ്ടുവരും, പിതാവിനെയും കൊണ്ടുവരും. അപ്പോൾ യേശുവിന് നാമം വിളിക്കാം, പിതാവിന് നാമം വിളിക്കാം, നല്ലതാണ്. പക്ഷെ ആത്മാവിനെ വിളിക്കുന്നതാണ് ആ ത്രിത്വത്തിന്റെ ആ സാന്നിധ്യം നിനക്കുണ്ടാകാൻ ഇടയാക്കുന്നത്. ഓക്കെ, അവിടെ അത് ഹൃദയം വിശുദ്ധിയോടെ ആയിരിക്കണം. ഹൃദയ വിശുദ്ധിയെത്തി ആവശ്യം. അശുദ്ധിയിലാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. അതുപോലെ ഓർക്കണം, തെരഞ്ഞെടുക്കപ്പെട്ടവരെ അവിടെ സംരക്ഷിക്കും. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 2 രാജാക്കന്മാർ, നിങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു ഭാഗം, 19-ാം അധ്യായം 35-ാം വചനം. അതായത് അസീറിയൻ പട്ടാളക്കാരെ, ഇസ്രായേൽക്കാരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ കൊല്ലാൻ വന്നപ്പോൾ ഒരു മാലാഹ അവരുടെ ക്യാമ്പിൽ ചെന്ന് 1,55,000 പേരെ വധിച്ചു ഒറ്റയടിക്ക്. പണ്ടത്തെ MGR സ്റ്റൈൽ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഞാൻ പറയാൻ കാരണം കാവൽ മാലാഹയുടെ ഒരു ചെറിയ ഭക്തി ഉണ്ടാവണം. ആ മാലാഹ സംരക്ഷിക്കുന്നുണ്ട്. നമ്മൾ ജനിച്ചപ്പോൾ മുതൽ അഥവാ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചപ്പോൾ മുതൽ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുന്നത് വരെ നമ്മുടെ കൂടെയുള്ളൊരു കൂട്ടുകാരനാണ്. അപ്പം പലപ്പോഴൊക്കെ ഒന്ന് ഓർക്കുക, പ്രത്യേകിച്ച് വിഷമ പ്രതിസന്ധികളൊക്കെ വരുമ്പോഴും തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമ്പം അവന് വിളിക്കുന്നതല്ല മാലാഹായെ, എന്റെ കാവൽ മാലാഹായ എന്ന് വിളിക്കുക. കാവൽ മാലാഹായുടെ പ്രാർത്ഥനകളും ഉണ്ട്. ഇവിടെയാണ് പിശാചിന് ഒരു ഇടം കൊടുക്കരുത്. ഭിന്നതയോ കലശതയോ മടിയോ ഒന്നും കാണരുത്. പിന്നെ ഞാൻ ഒരു ഉപദേശം തരികയാണ്, അത് നിങ്ങൾ ഒന്നിച്ചു പോവുക, ഒറ്റയ്ക്ക് പോകരുത്. നമുക്ക് സിംഹം പിടികൂടുന്നത് ഇരകളെ ഒറ്റയ്ക്കാക്കിയിട്ടാണ്. നമുക്ക് കാണാൻ സാധിക്കും, കലമാൻ ഇങ്ങനെ ഒന്നിച്ചു പോകുമ്പോൾ ഓടിച്ചോടിച്ച് ഒരുന്നിനെ വഴിതെറ്റിക്കും, അതിന്റെ പിന്നാലെ പോയതിനെ കൊല്ലും. അതുകൊണ്ട് ഒരു ഭാര്യയും ഭർത്താവാണ് എവിടെയും ഒന്നിച്ചു പോവുക. മക്കളും മാതാപിതാക്കളും എല്ലാവരും കൂടെ പോയില്ലെങ്കിലും ഒരാളെയെങ്കിലും മകനെയും മകളെ കൂട്ടിക്കൊണ്ട് പോയി ചന്തയ്ക്ക് പോവുകയാണെങ്കിലും ഒറ്റയ്ക്ക് പോകരുത്. ഇത് ഒറ്റയ്ക്ക് പോകുമ്പോൾ പിശാച് വരുന്നത് ആത്മാവായിട്ടല്ല, മനുഷ്യനിലൂടെയാന്ന് ഓർക്കണം. നീ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ചാൽ നിന്നെ നശിപ്പിക്കാനായിട്ട് അവൻ നോക്കിയിരിക്കാൻ ഓർക്കണം. ഞാനിപ്പോഴും ഓർക്കുകയാണ്, പണ്ട് അഭിമന്യ പടിയര തിരുമേനി നമ്മുടെ ആദ്യത്തെ കർദിനാളായിരുന്നു കേരളത്തിലെ. നമ്മുടെ എറണാകുളം രൂപതയുടെ മെത്രാപ്പോലീത്തായും കൂടിയായിരുന്നു. അദ്ദേഹം ഒരു വചനപ്രഘോഷകനാണ്. അദ്ദേഹം പറയുമായിരുന്നു, അതായത് യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ശരീരം പിശാചിന് ആകർഷകമാണ്. അപ്പോൾ അവന്റെ വലയായിട്ട് വരും. അവൻ ചുറ്റും നടക്കുന്നവനാ. അപ്പോഴാണ് നമ്മൾ വളരെ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം. നമ്മളെ തന്നെ അത് നല്ലവരായിട്ട്. ഇവിടെയാണ് അത് കർത്താവിനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ ഒരു സമൂഹമുള്ളതിനാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയത്തിൽ സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. എബ്രായർ 12:1. അത് ഒരു ഓട്ടപ്പന്തയമാണ് ഈ ക്രിസ്തീയ ജീവിതം, നല്ല ജീവിതം. ക്രിസ്തീയമെന്ന് ഞാൻ പറയുമ്പോൾ ക്രിസ്തുവിലുള്ള ജീവിതം, ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതം, അതിനെയാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ അത് പ്രത്യേകം എടുത്തു പറയുകയാണ്. അപ്പോൾ ആ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് അത് ശക്തി സ്വീകരിക്കാം. 2 തിമോത്തി 2:1. നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ ഈ ഓട്ടപ്പന്തയത്തിൽ നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യകിരീടം എപ്പോഴായാലും നമുക്ക് ലഭിക്കും. നമുക്കൊരു കിരീടം ഒരുക്കിയിട്ടുണ്ടല്ലോ. 2 തിമോത്തി 4-ാം അധ്യായം 18 പറയുന്ന പോലെ, നല്ല ഓട്ടം ഓടി എനിക്കായിട്ടുള്ള നിത്യകിരീടം എനിക്ക് കിട്ടുമെന്ന് ഈ ബോധ്യം നമുക്കുണ്ടാവണം. അപ്പോൾ ഈ ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് നമ്മളെ എപ്പോഴും അങ്ങനെ സംരക്ഷിക്കും. അപ്പോൾ ഞാൻ ചെറിയ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. വലിയ കാര്യം എന്താണ് പറഞ്ഞത്? ഇന്ന് നല്ലവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കണം കൂടുതൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം അങ്ങനെയുള്ളവരെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാലഘട്ടം ആണ്. ഈ പിശാചിന്റെ ആധിപത്യം അങ്ങ് നശിക്കുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ട് 1 കൊറിന്തോസ് 15-ാം അധ്യായം 24. എല്ലാ അധികാരങ്ങളും പോകും. ഞാൻ വേറെ വീഡിയോ പറഞ്ഞതുപോലെ അധോലോക ശക്തി നശിക്കും. എല്ലാ അധികാരങ്ങളും പോകും. തനിക്ക് വേണ്ടി ജീവിക്കുന്നവർ, തനിക്കായിട്ടുള്ളവരെ ഒന്നിച്ചുകൂട്ടി ആ രാജ്യം പിതാവിന് അർപ്പിക്കും, ലോകം അവസാനിക്കും എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ.
അപ്പോൾ എപ്പോഴും ആ ഉറപ്പ് വരുത്തുക, ഞാൻ യേശുവിൻ്റെതാണ്, യേശുവിൻ്റെ കൂടിയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടപ്പന്തയം നമ്മൾ പിശാചിനോടും ജഡമോഹങ്ങളോടും ലോകത്തോടും യുദ്ധം ചെയ്തുകൊണ്ട് പോവുകയാണ്. ഒരിക്കൽ നമ്മൾ പരാജിതർ ആവുകയില്ല. കാരണം നമ്മുടെ കൂടെയുള്ളവൻ ലോകത്തെ അതിജീവിച്ചവനാണ്, ശക്തനാണ്. ഈ ബോധ്യത്തോടുകൂടി അതെ മുന്നോട്ട് പോവുക. അതെ, ചെറിയ ഒറ്റമൂലി പോലെ ഞാൻ പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. മക്കളെ, കാലം മോശമാണ്. അതുകൊണ്ട് നിങ്ങളെ തന്നെ സംരക്ഷിക്കൂ ദൈവകൃപയിൽ. ഓർമ്മയിലുണ്ടായിരിക്കട്ടെ പ്രാർത്ഥന, കൂരാശ, ബൈബിൾ വായന, കൂട്ടായ്മയിലുള്ള പ്രാർത്ഥന, കൂട്ടായ്മയിലൂടെ പോകുക, ഒറ്റയ്ക്ക് പോകാതിരിക്കുക എവിടെയും. അതെ, ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് അതെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഈയിടെ ഒരു കൊച്ചു ബാലൻ പറഞ്ഞ പോലെ, എന്റെ അച്ഛ, ഞാൻ ഈ മൊബൈലിലൂടെ ചീത്തപ്പടങ്ങളെല്ലാം കണ്ട് അശുദ്ധിയും വ്യഭിചാരവും സ്വയംഭവവും എല്ലാം ചെയ്ത് നശിക്കാനിടയായി. അതിന് കാരണം ഞാൻ ഒറ്റയ്ക്ക് ടെലിഫോണും എടുത്തുകൊണ്ട് കക്കൂശി പോയിരിക്കും. ആളുകൾ ഓർക്കും വയറ്റിൽ അസുഖമായിട്ടാണ് കൂടുതൽ നേരെ ഇരിക്കുന്നത്. ഒറ്റയ്ക്കരുമായിട്ട് ഞാൻ രാത്രി കിടക്കുമ്പോൾ തലാണക്കിഴിയെന്നെടുത്ത് വാച്ച് ചെയ്യും. പാടില്ല, ഒന്നിച്ചായിരിക്കട്ടെ. അതുപോലെ ഏതും സാഹചര്യങ്ങളിലും ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ തിന്മയിൽ പോവില്ല, യേശുവോടുകൂടി തന്നെ ആയിരിക്കും. ഓക്കെ, കഥ നിങ്ങളെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ ചെറിയ ഉപദേശം കൈക്കൊള്ളുന്ന നിങ്ങൾക്ക് എന്റെ ആശീർവാദം. കാരണം ഇവിടെ കഥാവി ഈ കേട്ട ഓരോരുത്തരെയും തീരുമാനത്തിൽ ഞാൻ അർപ്പിക്കുന്നു. ഇവരെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും അങ്ങ് ആണിപ്പഴുതിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ആ ആണിപ്പഴുതിലൂടെ ഒഴുകുന്ന ആ രക്തത്തിൽ ഇവരെ കഴുകൂ. ആ ഹൃദയത്തിൽ ഒഴുകുന്ന ആ ജീവജലത്തിൽ നിറയ്ക്കൂ. എപ്പോഴും ആ സംരക്ഷണം കൊടുക്കണമേ. കഥാവ് ഈശോയെ, ആ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുമ്പോൾ ഞങ്ങൾ ചൊല്ലുന്ന പോലെ പിശാചിന്റെ പരീക്ഷയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്. പിശാച് അലറി നടക്കുകയാണ് ഞങ്ങളെ നശിപ്പിക്കുവാൻ, ആത്മീയമായി നശിപ്പിക്കുവാനും ശാരീരികമായി കൊല്ലുവാനും. അവൻ നുണയാണ്, നുണയന്റെ പിതാവാണ്. അത് നിശ്ചയമായിട്ടും എല്ലാവിധ നുണകളും പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ നോക്കും. എന്നാൽ കർത്താവേ, അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ എന്റെ ഈ മക്കളെ സഹായിക്കണമേ. വെടിപ്പുള്ള മനസ്സാക്ഷിയോടുകൂടി ജീവിക്കുവാൻ, പാപത്തെ ത്യജിച്ചുകൊണ്ട് നന്മയെ മാത്രം മുറുകെ പിടിച്ചു പോകുവാൻ, അഥവാ പാപത്തിൽ വീഴാനിടയായ അനുഭവിച്ചൊരു കർത്താവിന്റെ കരങ്ങൾക്ക് പിടിച്ച് വീണ്ടും എഴുന്നേൽക്കുവാൻ, അവിടുത്തെ രക്തവും ശരീരവും സ്വീകരിച്ച് അവിടുത്തെ ഒന്നായിരിക്കാനുള്ള കൃപ, അവർ കർത്താവുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിൽ, ആന്തരിക അവയവങ്ങളും ബാഹ്യാവയവങ്ങളും മുഴുവനായിട്ടങ്ങ് രക്തത്തിൽ കഴുകി വിശുദ്ധീകരിക്കാനും, കർത്താവിന് ചുറ്റുമുള്ള മാലാഹമാരെ വിളിക്കുവാനും, പ്രത്യേകിച്ച് കൂടെയുള്ള ആ കവൽ മാലാഹയെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും, മാതാവ്, പിതാവ്, വിശുദ്ധർ ഇവരെയൊക്കെ വിളിച്ച് അവരുടെ കൂട്ടായ്മ കൂടി അന്വേഷിക്കുവാനും അനുഗ്രഹം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവരോരോരുത്തരെയും അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്തിനായിട്ട് സമർപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.